വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒന്നായിരുന്നോ? അല്ലെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ് ഞാനിപ്പോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇവിടെ ഉമർ ഖാലിദിന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കുറെ ആളുകൾ വന്നിരുന്നു. എന്തിനു വേണ്ടിയാണ് ഉമർ ഖാലിദിന് മുദ്രാവാക്യം വിളിച്ചത്? ഉമർ ഖാലിദ് ആരാണ്? ഉമർ ഖാലിദ് ഡൽഹി കലാപത്തിന്റെ പേരിൽ UAPA ചുമത്തി അകത്ത് കിടന്നിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ 5 ദിവസത്തേക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്, സുഖമില്ലാതെ കിടക്കുന്ന അമ്മയെ കാണാൻ വേണ്ടി മാത്രം. ആ കലാപത്തിൽ ഏകദേശം 54 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതിന്റെ പേരിൽ അകത്ത് കിടന്ന ഈ പയ്യനെ, ഈ ഉമർ ഖാലിദിനെ അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളികൾ ആ പാറ്റ സമരത്തിൽ ഉയർന്നു. അപ്പൊ ഒരു മാധ്യമ പ്രവർത്തകർ ചോദിക്കുകയാണ്, എന്തിനാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് പറഞ്ഞ് നടത്തുന്ന ആ ഒരു സമരത്തിൽ ഉമർ ഖാലിദിനെ നിങ്ങൾ ജയ് വിളിക്കുന്നത്? അതിന് ഒരു മുതിർന്ന പാറ്റയുടെ മറുപടി കാണും. उमर खालिद को सपोर्ट करिए, पार्टी में उसके साथ फ्यूचर है। उमर खालिद ने तुम्हारी इज्जत लूटी थी क्या? അതെ, സംഭവം ഇതാണ്. ഉമർ ഖാലിദ് എന്താ നിന്നെ റേപ്പ് ചെയ്തോ? സ്വന്തം മകളുടെ പ്രായമാകാൻ മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി ഈ മുതിർന്ന പാറ്റ, ഇതൊക്കെയാണ് കേട്ടോ ജെൻസി, ചോദിക്കുന്ന ആ വാക്കാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പൊ തന്നെ അവിടെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ അതിന്റെ പേരിലുണ്ടായി. ആ പെൺകുട്ടി വളരെ വളരെ ഭയങ്കര എന്താ പറയാ വൈകാരികമായിട്ട് അവിടെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണോ ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി നൽകുന്നത്? ഉമർ ഖാലിദിനോട് എന്താണ് ഇത്ര സ്നേഹം? എന്താണ് ഇത്ര സ്നേഹം? രാജ്യത്തെ തുക്കട അതായത് കഷണമാക്കി മുറിക്കാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ആളുകളാണ് ഈ പാറ്റാ സമരത്തിന് പിന്നിലുള്ളതെന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അങ്ങനത്തെ ആൾക്കാരോടാണ് സ്നേഹം. 24 മണിക്കൂറും ആസാദി. ആരിൽ നിന്നാണ് ആസാദി വേണ്ടത്? എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ആരിൽ നിന്നാണ് നിങ്ങൾക്ക് ആസാദി വേണ്ടത്? ഈ ഭീകരവാദങ്ങൾ സമ്മതിക്കില്ല, വിദേശത്ത് നിന്ന് ഫണ്ട് ഒഴുക്കി നാടിനെ കലാപഭൂമിയാക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് നിലനിൽക്കുന്ന ഒരു ഗവൺമെന്റിനെതിരെയാണോ നിങ്ങൾക്ക് ആസാദി വേണ്ടത്? അപ്പോൾ അത് രാജ്യത്തിനൊപ്പമുള്ള ഒരു മൂവ്മെന്റ് ആണോ, അല്ലെങ്കിൽ രാജ്യത്തിനെതിരെയുള്ള ഒരു മൂവ്മെന്റ് ആണോ? നിങ്ങളൊന്ന് പറഞ്ഞേ.